ഷാരിക, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു 2.5 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഉപദ്രവം നമ്മളെല്ലാവരും കണ്ടതാണ്. അവരെ സംരക്ഷിക്കുമെന്ന് ഓർത്ത് നമ്മൾ ഏൽപ്പിച്ച കൈകളിൽ നിന്ന് തന്നെ അവരെ ഇത്രയും ക്രൂരമായി ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ. വെറും 2.5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അവരുടെ സ്വകാര്യ ഭാഗത്ത് അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിൽ നുള്ളുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, അവിടെ മുറിവേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ദാരുണമാണ്. സത്യത്തില് നമ്മളെല്ലായ്പ്പോഴും പറയും കുട്ടികളോട്, പെൺകുട്ടികൾ ക്രൂരത കാണിക്കുന്ന പുരുഷന്മാരാണ്. പൊതുവെ അതുങ്ങൾക്ക് അങ്ങനെ ഒരു പേര് ദോഷം കേൾക്കും. പക്ഷെ ഇവിടെ ആയമാരാണ്, സ്ത്രീകളാണ്, ആയന്മാരല്ല, ആയമാരാണ്, അമ്മമാരാണ്. ഒരു അമ്മമാർ ഉറപ്പായിട്ട് അവർക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാവും. ഒരു കുഞ്ഞിനോട് എങ്ങനെയാണ് സത്യത്തിൽ ഈ തിരുവനന്തപുരം ശിശുക്ഷേമ കേന്ദ്ര സമിതിയുടെ കീഴിലുള്ള ഒരു ഇതിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആസ്ഥാന കേന്ദ്രത്തിലാണ് 98ഓളം കുട്ടികൾ അവിടെ ഉണ്ട്. അതും കൂടുതലും സംസാരിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ സംസാരിക്കാത്ത കുട്ടികൾ ഉൾപ്പെടെ അവിടെ ഉണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളാണ്, കൂടുതലും അമ്മത്തൊട്ടിലൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം എന്തായാലും പ്രസവിച്ചുടനെ കൊണ്ട് ഉപേക്ഷിച്ച് കളയുന്ന അതിക്രൂരകളായ അമ്മമാരുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവിടെ വീണിരിക്കുക. അല്ലെങ്കിൽ അച്ഛന്മാരുടെ, അമ്മമാർ മാത്രം വിചാരിച്ച കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ കുഞ്ഞ് മൂത്രമൊഴിച്ചു. അത് ഈ കുഞ്ഞിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അമ്മ മരിക്കുന്നു, അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ 2 കുട്ടികൾ, ആ അച്ഛനും അമ്മയ്ക്ക് 2 കുട്ടികളെ ഇവരെ ഇവിടെ ഏൽപ്പിക്കുന്നു. സർക്കാരാണല്ലോ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കുന്നത്. അതിലുള്ള മൂത്ത കുട്ടിയായ 2.5 വയസ്സുകാരിയായ പെൺകുട്ടിയോടാണ് ഇങ്ങനൊരു വൃത്തികേട് കാണിച്ചിരിക്കുന്നത്. പെൺകുട്ടിയോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് മൂത്രമൊഴിച്ച് 2.5 വയസ്സുകാരി മൂത്രം ഒഴിക്കില്ലേ ശില്പ? തീർച്ചയായിട്ടും ആ കുട്ടി മൂത്രം ഒഴിച്ചതിന്റെ പേരിൽ അതിനെ വിളിച്ചുണർത്തി ജനനേന്ദ്രിയത്തിൽ നുള്ളുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ആ കുഞ്ഞിന് എത്ര അത് എന്നിട്ട് പേടിപ്പിച്ചുറക്കി. പിറ്റേ ദിവസം ആ കുട്ടി കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ആ കുട്ടി നിർത്താതെ കരഞ്ഞതിന്റെ പേരിൽ മറ്റ് ആൾക്കാർ ശ്രദ്ധിക്കുകയും ഇല്ല, പിറ്റേ ദിവസം അല്ല സംഭവിക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരാഴ്ചയോളം ഇവര് 3 പേരും തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ മറച്ചു പിടിച്ചു. അപ്പൊ ഈ കുട്ടി കരയുന്നത് ഇവര് പുറത്തു പറയുന്നില്ല. അത് കഴിഞ്ഞ് ഈ ആയമാരുടെ ഡ്യൂട്ടി മാറിയപ്പോൾ വന്ന മറ്റൊരായാണ്. അതെ, സത്യമാണ്. അത് ഞാനത് വിട്ടുപോയി. ആക്ച്വലി ഞാൻ ആയയുടെ ബൈറ്റ് ഞാൻ കേട്ടിരുന്നു. അപ്പം ഞാനിത് ശ്രദ്ധിച്ചു. ആദ്യം ഇതിനു മുമ്പ് ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ആ ആയനകത്ത് പറയുന്നു. ഇതിനു മുമ്പും ഈ ആയമാർ, ഈ കൺസേൺഡ് ഈ പറയപ്പെടുന്ന 3 പേര്, ഈ 3 പേരും ഇങ്ങനെ ഇതിനു മുമ്പ് ഇവരെ പുറത്താക്കി. ഈ പുറത്ത് പറഞ്ഞ ആയ ഇതുപോലൊരു വിവരം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കി. പിന്നീട് അവർ തിരിച്ചു കയറിയപ്പോൾ അവർ കണ്ടത് ഈ നിൽക്കുന്ന ആയമാരും അല്ലെങ്കിൽ ഇവർക്ക് പുറകെ വന്ന ആയമാരും എല്ലാം ഗംഭീരമായി മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് നേരത്തെ ഉണ്ടായതിനേക്കാളും അതിക്രൂരമായ കാര്യങ്ങളാണ് പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളോട് ആരോടാണ് ഈ ചെയ്യുന്നത്? മിണ്ടാപ്രാണികളായ കുഞ്ഞുങ്ങളോടാണ് ഇവർ ഈ ചെയ്യുന്നത്. ഈ ശിശുക്ഷേമ സമിതി എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വല്ല പൂച്ചക്കുട്ടികളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ശില്പ. പൂച്ചക്കുട്ടികളാണെങ്കിൽ പോലും ഉപദ്രവിക്കാനുള്ള അവകാശം എന്താണ്? പൂച്ചക്കുട്ടികളെ അല്ലേ ശില്പ നമ്മൾ ചാക്കിലാക്കി ചെവിയിലിടക്ക് പിടിച്ച് ക്രൂരകളെ നമ്മളാരും ചെയ്യില്ല. ഈ പറയുന്ന ഈ കുറുനേരി സാധനങ്ങളൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ തലയെ തൂക്കി എടുത്തുകൊണ്ട് പോയി എറിയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ പറയുന്ന മനുഷ്യ കുഞ്ഞുങ്ങളോടാണ് ഈ ചെയ്യുന്നത്. ഇവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഈ ശിശുക്ഷേമ സമിതിയിലേക്ക് ആയമാരെ എടുക്കുമ്പോഴുള്ള നോംസും റെഗുലേഷൻസും ഒക്കെ എന്താണ്, നിയമങ്ങൾ? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരത്തിലുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടതനുസരിച്ചിട്ട് ഇവരാരും പെർമനന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ല. ഇവരെല്ലാം താൽക്കാലികമായി നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലായിരിക്കാം താൽക്കാലികമായി വന്ന് ജോലി ചെയ്യുന്നവരാണ്. പെർമനന്റ് നിയമനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് താൽക്കാലികമായി ഹയർ ചെയ്യപ്പെട്ടവരാണ്. എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോ അതെന്തോ ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇതിൽ വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇവരെ ഇതിനെന്തോ ഒരു അഭിമാനകരമായ കാര്യമായി മറ്റുള്ളവരോട് പറഞ്ഞു എന്ന രീതിയിൽ ഞാനൊരു ബൈറ്റ് കേട്ടു. അതെ, ഞാനും അത് കേട്ടിരുന്നു. വിവാഹത്തിന് പോയപ്പോ സ്ഥിരമായി കട്ടിലിൽ മൂത്രം ഒഴിച്ച് പണി തന്നൊരു കൊച്ചിന് ഞാനൊരു പണി കൊടുത്തു എന്ന് അഭിമാനകരമായി പറയുന്ന ഒരു അവസ്ഥ. ആ കുഞ്ഞിന് അറിയൂ, അവള് മൂത്രം ഒഴിക്കുന്ന പോലും ആ കുഞ്ഞിന് അറിഞ്ഞുകൂടാത്തൊരു പ്രായമാണ്. 1.5 വയസ്സ് 2 വയസ്സ് ചുണ്ടും നാക്കം തിരിയാത്തൊരു പ്രായത്തില് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞിനോട് അത്രയും സ്നേഹത്തോടെ കരലാളനത്തോടു കൂടി ചെയ്യേണ്ട ഈ ശിശുക്ഷേമം, അതിന്റെ പേര് തന്നെ ശില്പം നോക്കൂ, ചൈൽഡ് വെൽഫെയർ, ശിശുക്ഷേമം. എന്ത് ക്ഷേമമാണ് കുഞ്ഞുങ്ങൾക്ക്? അവിടെ ആയമാരുടെ ക്ഷേമമാണ് നടക്കുന്നത്. പണ്ടൊക്കെ ഞാൻ എൻ്റെ ഒരു കസിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ വീട്ടിൽ നിന്ന് അമ്മമാർ എനിക്ക് തോന്നുന്നു ചില വിദ്യാലയങ്ങളിൽ, ആയമാരുള്ള വിദ്യാലയങ്ങളിൽ, ശില്പയൊക്കെ അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കോമൺ ആയിട്ടുള്ള ചൈന സ്കൂള്. അവിടെ ആയമാർ പാല്, കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചിരുന്ന പാല്, കുഞ്ഞുങ്ങൾ കൊണ്ടുതരുന്ന സാധനങ്ങൾ അവർ മേടിക്കും. പാലും മറ്റു നല്ല ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് അവരങ്ങ് കഴിക്കും. കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഒരു പങ്ക് മാത്രം. അങ്ങനെ പലവട്ടം ഇവൻ കരഞ്ഞപ്പോൾ അവൻ്റെ അമ്മയായിട്ട് അവൻ ചെന്ന് തിരക്കിയപ്പോഴാണ് ആയയാണ് പകുതി പാല് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇവരെന്നെ പശുക്കിടാവും പകുതി പാല് കുടിക്കാനായിട്ട്. അങ്ങനെയുള്ള ഈ ആയമാരെ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഈ ആയമാരെ നീക്കുമ്പോൾ ചില സ്കൂൾ ബസ്സുകളിൽ നല്ല ആയമാരുണ്ട്. എനിക്കൊന്ന് ടീച്ചർമാരെക്കാൾക്ക് എന്റെയൊക്കെ ബ്രദർ എന്നെ പഠിപ്പിച്ച സ്കൂളിൽ ടീച്ചർമാരെക്കാളും കാര്യമായിട്ടുള്ള ആയമാരുണ്ട്. അമ്മ എനിക്ക് ആന്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ അങ്ങനെ നല്ല കെയർ ആയിട്ട് നോക്കും. പക്ഷെ എന്നാൽ ചില സ്കൂൾ ബസ്സുകളിലൊക്കെ ഉണ്ട് വീടിന്റെ വാതിൽ ഇറക്കിയിട്ട് അങ്ങ് പോയേക്കും.
നമ്മൾ ഫീസ് കൊടുത്തിട്ടാണ് എന്തിനാണ് ഇവർ ആയ എന്ന് എന്താണ് ഈ ആയയുടെ അർത്ഥം യഥാർത്ഥ അർത്ഥം തേടി പോകേണ്ട സംശയം. ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായം പറയുന്നുള്ളതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തെല്ലാം വൃത്തികേടാണ് ഈ ആയമാർ കാണിച്ചു കൂട്ടുന്നത്. സത്യത്തിൽ ശിശുക്ഷേമ സമിതിയുടെ ഏറ്റവും ഇത് എനിക്ക് തോന്നുന്നു ഒരു ബൈറ്റ് ഞാനും കേട്ടിരുന്നു. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ? ആരാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് അവിടെ ജോലി ചെയ്യുന്നവർ തന്നെ പറയുന്നു. ഒറ്റപ്പെട്ട എങ്ങനെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പലപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ശിശുക്ഷേമ സമിതിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാം. അത് ഇപ്പൊ പേടിയോടെയാണ് നമ്മൾ. അപ്പൊ എനിക്ക് ഈ സംഭവത്തിനൊക്കെ ശേഷം നമ്മൾ പേടിയോടെ എന്തിനായിരിക്കും എനിക്കൊന്ന് പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഒന്ന് കയറി പരിശോധിക്കണം. വെറുതെ ജനങ്ങളെങ്കിലും കയറി പരിശോധിക്കണം. എന്തിനായിരിക്കും കുട്ടികൾ കരയുക? ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ എത്രയോ ദിവസങ്ങൾ അത് മറച്ചു വെച്ചതിന് ശേഷമാണ് ഈ സംഭവം പുറത്തു വരുന്നത്. ഈ ആയയ്ക്ക് ഇതേ ടീം ഓഫ് ആയിരുന്നു അവരെങ്കിൽ ഇത് ഒരിക്കലും പുറത്തു പോകാൻ പോകുന്നില്ല. ഒരു കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മുടി സെപ്റ്റിക് ടാങ്കിൽ ഇട്ടാൽ പോലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മേലാളന്മാരും കൂടെ അറിഞ്ഞുകൊണ്ടാവും ഇത് ചെയ്യുന്നുണ്ട്. അവിടെ ഇൻസ്പെക്ഷൻ ഇല്ലേ? കുഞ്ഞുങ്ങളെ നോക്കുന്നത് എങ്ങനെയാണ്, കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണ്, അവരുടെ ഭക്ഷണക്രമം എങ്ങനെയാണ്, അവരുടെ ഉറക്കം എങ്ങനെയാണ് എന്ന് നോക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ലേ ശില്പ? എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഈ ശിശുക്ഷേമ സമിതിയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആരാന്നറിയോ? ആരാ? നമ്മുടെ സ്വന്തം ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ. ചുമ്മാതല്ല കുഞ്ഞുങ്ങളൊക്കെ കരയുകയും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത്. പുള്ളി അദ്ദേഹം നേരിട്ട് നോക്കുന്ന ഒരു സ്ഥാപനമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ നേരെ കാൽക്കീഴിൽ കിടക്കുന്ന ഒരു സ്ഥാപനം അല്ലെ, നേരെ മൂക്കിൻ തുമ്പത്ത് കിടക്കുന്ന ഒരു സ്ഥാപനം. അതും തലസ്ഥാന നഗരിയിലെ കേന്ദ്രത്തിലെ മെയിൻ കേന്ദ്രത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോ ഈ കുഞ്ഞ് നമ്മുടെ ഭാവി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഭാവി മുകുളങ്ങളെ ചെറുതിലെ കഴുത്തറുത്ത് ഭാവി മുകുളങ്ങളെ നുള്ളിക്കളയുന്ന ഒരു സ്വഭാവ രീതിയാണ്. ഈ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും, അതായത് ഈ അമ്മമാർക്ക് എങ്ങനെയാണ് ഇത്രയും വൈകൃതമായി ചിന്തിക്കുക? ഇവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അത് ശമ്പളം കൊടുക്കാത്തതിന്റെ ദേഷ്യം മുഴുവനും ഇനി എനിക്കൊന്ന് കലാപ് കാലിയായതുകൊണ്ട് ഒന്നും നടക്കില്ല എന്നുള്ള ഒരു ധൈര്യമാണ്. കാരണം ഇതില് നമ്മള് ആരൊരാൾ പറഞ്ഞ ബൈറ്റിൽ അവർ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോ ഈ ആയമാർ ഇപ്പോ ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് ഇത്രത്തോളം മാധ്യമ ശ്രദ്ധ നേടി, അതുകൊണ്ട് ചിലപ്പോൾ ഇനി നടക്കില്ലായിരിക്കും. അല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവരെ ഒരു 2-3 മാസത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്താലും ഈ ഇടത് വിങ്ങിൽ നിന്നോ ഇരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചില നേതാക്കന്മാർ, യൂണിയൻ നേതാക്കന്മാരിൽ വരുന്ന പ്രഷർ താങ്ങാൻ വയ്യാതെ തിരിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. കാരണം ശില്പ ഇപ്പൊ ഈ പറഞ്ഞ നാഷണൽ ഹെൽത്ത് മിഷൻ പോലുള്ള NUHM NHM എന്നൊക്കെ പറയുന്ന ടീമുകളിൽ എല്ലാം പാർട്ടിക്കാരുടെ ആൾക്കാരാ കയറുന്നത്. അതെ, തീർച്ചയായും. ഈ താൽക്കാലിക തസ്തികകളിൽ എല്ലാം ഫില്ലാവുന്നത്. അതായത് 65,000 ആണ് കൊടുക്കേണ്ടത് ബേസിക് പേ എങ്കിൽ അവർക്ക് 35,000 കൊടുത്താൽ മതി. 65,000 പണി എടുപ്പിക്കാം. സ്ഥിരം ജോലി കൊടുക്കുകയും വേണ്ട. 1 വർഷം കോൺട്രാക്ട് കഴിയുമ്പോൾ പറഞ്ഞു വിടാം അടുത്ത ഫ്രഷേഴ്സിനെ എടുക്കാം. ഫ്രഷ് എന്ന് പറയുന്നത് അടുത്ത ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാം. അതുകൊണ്ടാണ് ഈ പുറത്തു പറഞ്ഞ ഇതിനു മുമ്പ് വരുന്നു പറഞ്ഞു വിട്ടതാണ്. അവർ പറഞ്ഞ ഞാൻ തിരിച്ചു കയറിയപ്പോൾ കണ്ടത് അതിലും അന്ന് അവരെന്താണോ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നത് അതിലും ക്രൂരമായ കാര്യങ്ങൾ, അതിൽ രാജാക്കന്മാരായി മാറിയിരിക്കുന്നതാണ് അവരുടെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ അവാർഡ് കിട്ടിയ ആയമാരെ പറഞ്ഞു വിട്ട് ക്രൂരയായ ആയമാരെ തിരിച്ചു നിർത്തിയ ചരിത്രം വരെ ഈ സമിതിക്കുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മരണക്കിടക്കയിലേക്ക് പോയാൽ പോലും, അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് ഇഞ്ചുറി സംഭവിച്ച്, അല്ലെങ്കിൽ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഈ ദരിദ്ര ഭിക്ഷാടകർ എത്രയോ ഭേദമാണ് ശില്പ. നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭിക്ഷാടത്തിന് ഇരുന്നവർ എത്രയോ ഭേദമാണ്. ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം ശില്പ? എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു കുഞ്ഞ് അനാഥയായി എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഓക്കെ സർക്കാർ സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ അവിഹിതത്തിലൊക്കെ ഉണ്ടായെന്ന് പറയപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഈ ചെറിയ അമ്മമാർ കണ്ടതാണ് കുറച്ച് പനമ്പള്ളി നഗറിലെ ഫ്ലാറ്റിൽ നിന്ന് താഴെ എറിഞ്ഞ് കുഞ്ഞിനെ കൊന്നു കളഞ്ഞ സംഭവങ്ങൾ അങ്ങനെയൊക്കെ കൊല്ലുന്നതിന് വരെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയുന്ന സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്, എടാ എന്തോരം അമ്പത്തെട്ടിലുണ്ട് സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത്, അവർക്കൊക്കെ ആ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടിട്ടുണ്ട്, എന്തിനാണ് ആ ഒരു ജീവൻ നശിപ്പിച്ച് കളയുന്നത് എന്ന് ചോദിച്ചു. ഇപ്പൊ എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരികയാണ്, എങ്ങനെ അമ്പത്തൊട്ടിൽ കൊണ്ടിടും? ചിലപ്പോ ഒരു പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ബോധമുള്ള അമ്മയായിരിക്കും. ഇങ്ങനെ അവളെ അങ്ങനെ കൊണ്ടിട്ടാൽ അവർ ഇതിലും ക്രൂരമായി ചെയ്യും എന്നുള്ളത് കൊണ്ടാവാം ചിലപ്പോൾ ഒരു പക്ഷെ അവർ ബാലസംഘം ക്യാമ്പിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് തെളിഞ്ഞ ഒരാളടക്കം അടങ്ങുന്നതാണ് ഈ സമിതിയുടെ എന്താ പറയാ പ്രമുഖർ എന്ന് പറയുന്നത്. ഏത് തരത്തിലാണ് അവിടെ പെൺകുട്ടികൾ ജീവിക്കുന്നത്? കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് കരുനാഗപ്പള്ളിയിൽ മറ്റേ CPM നേതാക്കന്മാരെ നമ്മുടെ ടീമുകൾ വനിതകൾ സഖാക്കന്മാരെ കരുനാഗപ്പള്ളി കണ്ടു പൂട്ടിയിട്ട് എന്തിനാണ്? പീഡകവീരനായ സഖാവിനെ പിന്നെയും ആ ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുത്തതിന്റെ പേരിലാണ് അവർ അതിനകത്ത് പൂട്ടിയിട്ടത്. ഈ CPM കൾച്ചർ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ ഒരു കുഞ്ഞിനെ കെട്ടിത്തൂക്കിക്കൊന്ന് പീഡിപ്പിച്ചൊരു കേസിലും അതിനകത്തൊരു CPM ലോക്കൽ സെക്രട്ടറി, ലോക്കൽ പ്രവർത്തകനായിരുന്നു അതിൻ്റെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. ഒരു ലായത്തിലെ കുഞ്ഞിനെ കൊന്ന്
റേപ്പ് ചെയ്ത് കൊന്നൊരു പാലക്കാട് അത് തന്നെ ആ സംഭവത്തിലും CPM നേതാക്കള് ഇങ്ങനെയുള്ള ഫ്രോഡുകളെയാണോ ഇങ്ങനെയുള്ള എന്ത് ചെയ്താലും പാർട്ടി സംരക്ഷിക്കുന്നുള്ള ഒരു അഹങ്കാരമുണ്ട് ഇടതുപക്ഷത്തിന്. സത്യത്തിൽ ഈ കമ്മ്യൂണിസത്തിനോട് ഒരു ബഹുമാനവും ഇല്ലാത്ത ആൾക്കാരാണല്ലോ ശില്പ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ആ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ഇന്നും രോമാഞ്ചം എനിക്ക് വരാറുണ്ട്. പക്ഷെ അതിനോട് ഒരു നീതിയും പുലർത്തും. കാൾ മാർക്സിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ വേണ്ട, ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. ആ പാർട്ടി ഭരിക്കുന്നതിന് അവരുടെ കീഴിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. അവരുടെ പിടിപ്പുകേടില്ലായ്മ കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഇവിടെ പീഡനങ്ങളും ക്രൂരതകളും അനുഭവിക്കുന്നത്. ആയമാരായാലും ഓഫീസറായാലും സെക്രട്ടറി ആയാലും ശരി, ഇതിനൊക്കെ കൃത്യമായ പരിശോധനയും കൃത്യമായ നടപടികളും നമ്മുടെ പ്രിയപ്പെട്ട കോടതി ഇതിനൊക്കെ ഒന്ന് ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.